ഞങ്ങളിപ്പോ എവിടെ പോകുന്നത്? ഫിഷ് മാർക്കറ്റിൽ എന്ത് മേടിക്കാൻ പോകുന്നത്? അയ്യേ, ഞങ്ങൾ ആമയെ മേടിക്കാൻ പോവുക. ഞാനും രശ്മി കൊച്ചു മാത്രമല്ലായിരുന്നു, ഞങ്ങളുടെ എൻ്റെ ഫ്രണ്ടായ സൈമണും സൈമണിൻ്റെ ഫാമിലിയും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഫിഷ് മാർക്കറ്റിൻ്റെ അകത്ത് തന്നെയുള്ള ഒരു അക്വേറിയമാണ്, ഒരു കൊണ്ടോട്ടിക്കാരൻ എൻ്റെ ഒരു അക്വേറിയമാണിത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചേട്ടൻ കോട്ടയംകാരനാണ്. അങ്ങനെ നമ്മൾ കറങ്ങി നോക്കിക്കൊണ്ടിരിക്കുക. പല തരത്തിൽ പല നിറങ്ങൾ. അതെ നോക്കിയേ, ഒരു ആമക്കുട്ടൻ, കളറാമ, അല്ലാതെ ആമക്കുഞ്ഞന്മാർ 3 ഉണ്ട് കേട്ടോ. അങ്ങനെ മീനുകളെ കണ്ടു വന്നപ്പോൾ കാണാം, താഴെ നോക്കിയപ്പോൾ ഒരാൾ കിടക്കി അവിടെ ഇരുന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. ആരെന്ന് മനസ്സിലായോ? ഒരു എലിക്കുഞ്ഞ് നോക്കിയേ, കാര്യമായിട്ടിരുന്ന് വെള്ളം കുടിക്കുക, കുണാന്ന്. ഈ ഇത്തിരി കുഞ്ഞിന് ഒരു കൈയുടെ ഉള്ളം കയ്യിലിരിക്കുന്ന വലിപ്പമേ ഉള്ളൂ, അവിടെ തീരെ കുഞ്ഞാവൻ. നോക്കിയേ എന്ത് രസം. പക്ഷെ ഭയങ്കര രസമാണ് കേട്ടോ അത് കാണാനായിട്ട്, ഭയങ്കര രസമാണ്. എല്ലാവരും ഭയങ്കര അത്ഭുതം വരുന്നത്. ആമക്കുഞ്ഞിനെ കയ്യിലെടുക്കാനുള്ള ആഗ്രഹം കാരണം, ആഗ്രഹം ഈ ഷോപ്പിലെ ആളുടെ അടുത്ത് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. പുള്ളി കയ്യിൽ തന്നു. പക്ഷെ അതിനെ ഇങ്ങനെ നമ്മൾ ഇറുക്കി പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ, നമ്മുടെ കയ്യിലുള്ളിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ അവൻ നടന്ന് താഴെ വീണു പോകും. അപ്പോൾ അതാ ഇങ്ങനെ പിടിക്കാൻ പറഞ്ഞത്. ബേബിക്കുട്ടിക്ക് ഞാൻ വിചാരിച്ചു പേടി ഉണ്ടാവുമെന്ന്, പക്ഷേ പേടിയൊന്നും ഉണ്ടായില്ല. എല്ലാവരും അവനെ തൊട്ടൊക്കെ നോക്കി. പാവം. എനിക്ക് സാധാരണ ഇങ്ങനത്തെ ക്രിയേച്ചേഴ്സിനെയൊക്കെ എടുക്കുമ്പോൾ ഒരു എന്തോ ഒരു ഇത് തോന്നുന്നതാണ്. പക്ഷേ ഇവൻ പാവം, വേറെ പ്രശ്നമൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവനെ അതിൽ തന്നെ വിട്ടു. ഒരു അക്വേറിയത്തിലേക്ക് ആവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ട്. സൈമണിൻ്റെ വീട്ടിലത്തേക്ക് ഒരു അക്വേറിയം സെറ്റ് ചെയ്യുന്നതിനുള്ള പരിപാടിയില്ല. ഞങ്ങളങ്ങനെ ആമക്കുട്ടനെ മേടിച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഞങ്ങളങ്ങനെ മേടിച്ചിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ വെളിയിലോട്ട് ഇറങ്ങി ഫിഷ് മാർക്കറ്റിൽ ഒന്ന് ഫിഷിടെ നോക്കാനായിട്ടൊന്ന് പോയി. എന്തോരം ഐറ്റംസാ, എൻ്റെ പൊന്നോ, കണ്ണ് തള്ളിപ്പോണ ഐറ്റംസ്. അതാ എന്തോ നമ്മൾ നോക്കിക്കേ, ഒരു മനുഷ്യന്റെ കടി വലിപ്പമുള്ള ഒരു ട്യൂൺ. അലുവ കട്ട് വെച്ചേക്കുന്നതൊക്കെ വെച്ചേക്കുവാ. ഇതെവിടെയാ ഉള്ളത്? നമ്മളിപ്പോ എവിടെയാ ഉള്ളത്? എന്തോടി ബാക്കിൽ എന്തോടി ചക്കര എന്തോന്ന് ഞണ്ടത്? ഒമ്പും 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 ഒമ്പും. അങ്ങനെ ഞങ്ങൾ മീനുകളോടൊക്കെ ബൈ പറഞ്ഞ് ഞങ്ങളുടെ പർച്ചേസൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോന്നു. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ. ബൈ ബൈ.